ഹായ് ഫ്രണ്ട്സ്, വത്സല സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എല്ലാ കറിയും വയ്ക്കും പോലെയല്ല, കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഞാൻ ടേസ്റ്റി ആയിട്ടൊരു കടച്ചക്ക കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ കടച്ചക്ക കട്ട് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഈ കടിച്ചക്ക നമ്മളതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ തൊലിയെല്ലാം ചെത്തിക്കളയണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ കൂഞ്ഞില്ലേ, അത് കളയണം നമ്മൾ. അത് കളഞ്ഞിട്ട് നമ്മളിത് വെള്ളത്തിലേക്ക് ഇടണം. അല്ലെങ്കിൽ ഇതിലൊരു അരക്കുണ്ട്. ആ അരക്ക് നമ്മൾ കയ്യിലാവാതിരിക്കാനും പിന്നെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം അരിയും പിന്നെ ചെത്തിയെടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു ഞാൻ കേട്ടത് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ വലിയ കനം കുറച്ചും വേണ്ട, എന്നാൽ കൂടുതലും വേണ്ട. ഇതെങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മൾ. കണ്ടോ, അപ്പോൾ അങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് കണ്ടോ, കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, അത്രയും കണ്ടോ. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. കണ്ടില്ലേ, ഇത് വെള്ളത്തിലേക്കാണ് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നേരം അടുത്തതായിട്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോണത്. നമ്മൾ വെളിച്ചെണ്ണയിൽ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അതിലേക്ക് ഞാനുണ്ടല്ലോ പിന്നെ തേങ്ങാക്കൊത്താണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി അതിടുകയാണ്. അതിട്ടൊന്ന് വഴന്നതിന് ശേഷം പിന്നെ പൊടികൾ ഇടുകയാണ് ഞാൻ. അതൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനോട് കൂടെ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇടാൻ പോവാണ്. ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നിട്ട് സ്വല്പം കൂടിയാവണം. ഒരു കളർ മാറ്റം വരണം അതിന്. കണ്ടില്ലേ, അപ്പം പിന്നെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒരുവിധം മൂത്ത് വന്ന് ഇനി നമുക്കതിലേക്ക് ടൊമാറ്റോ ഇടാം.
ഞാനൊരു ടൊമാറ്റോ എടുത്ത് വെച്ചിരുന്നു കേട്ടോ, ഒന്നിട്ടിട്ടുള്ള ഒരു ടൊമാറ്റോ എടുത്തിട്ട് വെച്ചിരുന്നു. അത് ഞാൻ അതിലിട്ടിട്ടൊന്ന് വഴറ്റാൻ പോവുകയാണ്. തീ കുറച്ച് വയ്ക്കാം. നമുക്കിതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പിടാം. പിന്നെ ബാക്കി പിന്നെ ഇടാം. ഇപ്പോൾ ശകലം ഇടാം. ഇങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടൊക്കെ കറിക്കുണ്ടല്ലോ, ഒരുപാട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു വിധം വഴന്ന് വന്നു. ഇനി അടുത്തതായിട്ട് ഞാനതിലേക്ക് ഇടാൻ പോകുന്നത് തേങ്ങ വറുത്തരക്കുകയല്ല ചെയ്യുക, അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഗരം മസാല എടുത്തിട്ടുണ്ട്, ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ അതിലിട്ടു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പം അതൊരു വിധം മൂത്ത് വന്നു. ഇനി അതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അപ്പം ഞാൻ അതിൽ മുളക് പൊടി ഇടാൻ പോവാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടി ഒന്ന് മൂപ്പിക്കിട്ട്, അത് മല്ലിപ്പൊടിയുടെ കൂടെ ഇടാഞ്ഞത് അത് പെട്ടെന്ന് കരിഞ്ഞുകയും, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് പിന്നെ കടച്ചക്ക കഴുകി വെച്ചതാണ് ഇടാൻ പോകുന്നത്. ഉണ്ടല്ലേ? നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ടി വരട്ടെ കഷ്ണങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഒരുവിധം വഴണ്ടി വന്നു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്കതിൽ. ഇതെല്ലാം കൂടി നമ്മൾ കഷ്ണവും ഉള്ളി അതും ഇതെല്ലാം കൂടി വഴറ്റിയ കാരണത്താൽ ഒരു പ്രത്യേക രുചി അതിൽ തന്നെ വരും. വെള്ളം അത് പോരാ, അതിന് വേവ് അത്യാവശ്യം വേവുണ്ട്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇത് മതി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇത് ഇതിൽ കിടന്നൊന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ, അടച്ച് വയ്ക്കാം നമുക്ക്. ശകലം കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ, ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഉപ്പിട്ട് കൊടുത്തു.
ഇനി അവിടെ കിടന്നത് വേവട്ടെ. അപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം നമുക്ക്. കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. അധികം വെന്തളിയാൻ പാടില്ല, പാകത്തിനേ വേവാൻ പാടുള്ളൂ. കണ്ടോ, അധികം വെള്ളവും വേണ്ട, പാകത്തിന് വെന്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലായിരുന്നോ, തേങ്ങാപ്പാൽ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി കേട്ടോ. ഞാൻ അതിലേക്ക് കടുക് ഇടാൻ പോവാണ്. കടുക് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ടു, ചെറിയുള്ളി ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകം ചതച്ച് വെച്ചിരുന്നു, അതിടുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അപ്പം ചുവന്ന മുളക് ഇട്ടു. അതൊരുവിധം മൂത്ത് വന്നു കേട്ടോ. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇപ്പം നമ്മളെ ഇതെല്ലാം വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശകലം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വെക്കട്ടെ. നമുക്കിത് ഇളക്കി കൊടുക്കാം. ആ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ പ്രത്യേക സ്മെല്ല് വരിക. നല്ല ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ അന്നേരം ഇനി ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്യണ എന്താ വെച്ചാൽ ഒരു ശകലം, അധികം ആവരുത് കേട്ടോ, ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായത്തിൻ്റെ പൊടി കണ്ടില്ലേ, കായം കണ്ടില്ലേ, അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ശകലം കേട്ടോ, അധികം ആവരുത്. അപ്പോൾ അതിൻ്റെതായ രുചിയൊന്ന് വേറെയാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ രുചിയുടെ രഹസ്യം. അപ്പം നമ്മളെ കടച്ചക്ക സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് മതി ചോറുണ്ണാൻ, വേറൊന്നും വേണ്ട, അത്രയ്ക്കും രുചിയാണ്. അപ്പം എല്ലാവരും റെഡിയാക്കും പോലെയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്ത രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ മല്ലിച്ചപ്പ് ഇടാം കേട്ടോ, മല്ലിച്ചപ്പ് ഇടാം. അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കണ്ടേ. കണ്ടില്ലേ, ഇത് വെന്തുടഞ്ഞിട്ടില്ല, കഷ്ണമായിട്ട് നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഇത് അധികം വെള്ളമാവാനും പാടില്ല, എന്നാലും വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. ചാറ് ആവശ്യത്തിന് മാത്രം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ. എല്ലാം പാകത്തിനാണ് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ പോരാ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലേ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
ആ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ഞാൻ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഓക്കേ, താങ്ക് യു, ബൈ.